അതിന് ഇന്ത്യ മുസ്ലിയാർ മജ്ജിന് പോയി വരുന്നു. അന്ന് നാട്ടിലെ മടവൂരെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പൊ സിയം വലിയുള്ളാഹി മറ്റൊരു മർത്തബയിലേക്ക് മാറിയിട്ടുണ്ട്. മഹാനവരുടെ ഇബാദത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏകാന്ത ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ കാര്യം കൂടി ആരുടെ തലയിലായി? ജൈനുദ്ദീൻ മുസ്ലിയാരുടെ കയ്യിലായി. മടവൂരിൽ നിന്ന് ഇടക്കാലത്ത് ഒരു പിന്മാറി ഇവിടെ വന്ന് ദർസ് തുടങ്ങി. എടാ ഈ ജുമാഅത്ത് അന്നത്തെ ഈ ജുമാഅത്ത് പള്ളിയിൽ ദർസ് തുടങ്ങി. ഇവിടെ ഖാദിയായി, ഖത്തീബായി, അതോടൊപ്പം അതും നടത്തുന്നു, ഇവിടെ നടത്തുന്നു. എന്താ ചെയ്യാ? പരിസര പ്രദേശത്തൊക്കെ ഉള്ള പള്ളികൾ ഖാദിയാണ്. ചിലപ്പോൾ കാണാൻ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ ഞങ്ങളൊക്കെ വന്ന് അൽക്കഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കും, മാടി വിളിക്കും. കൂട്ടുകാർ എന്റെ പള്ളിയിൽ ആളെത്തിയില്ല, പോട് പാഞ്ഞു പോട്, ബൈക്കില്ല, എടുത്ത് ഓടിപ്പം ബൈക്കൊന്നുമില്ല, നടക്കന്നെ. ബാങ്കിലായിട്ടുണ്ടാ ഓടി രാമോയിലും മുട്ടാഞ്ചേരി അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കുത്തുപോകുന്നത്. ആരാ പറഞ്ഞേക്കുന്നത്? സാർ. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, മുമ്പേ റൂമിൽ നിന്ന് കടന്ന് പുറത്തൊക്കെ ഇങ്ങനെ കടന്ന് പള്ളിയിൽ ഞങ്ങൾ ആരെങ്കിലും ഒന്നിനെ കണ്ടാൽ അത് കൈ പിടിച്ച് കൊണ്ട് എണീപ്പിച്ചിട്ട് ഉതപോകുന്നത് മുമ്പലാടെ ഇരിക്കും, ഇവനെ കൊണ്ട് ഓദിക്കും. എന്തിനാ? എന്നിട്ട് പറയുന്നതറിയോ? എന്നെ കൊണ്ട് കൈയായിട്ടല്ല, എൻ്റെ ശേഷം ഇവിടെ ഇതൊക്കെ നോക്കേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ എങ്ങനെ ഓതുന്നു, എങ്ങനെ നിസ്കരിക്കുന്നു, എങ്ങനെ നേതൃത്വം കൊടുക്കുന്നു എന്ന് ഞാൻ നേരിട്ട് കാണാനാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ വളർന്നു വരൽ എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ വളർത്തിയിരുന്ന കുട്ടികളാണ് ഒരുപാട്. അൽഹംദുലില്ലാഹ്. പലപ്പോഴും കബറിനെത്തിയല്ലോ ഞങ്ങളൊക്കെ കരഞ്ഞു പോകും. അവിടെ നിന്ന് കാണിച്ചു തന്ന നിർദ്ദേശമാണല്ലോ ഞങ്ങൾ മുറുകെ പിടിച്ച് കൊണ്ടു നടന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു സ്ഥാനത്തെത്താൻ, ഒരു പരുവത്തിലാവാൻ, ഒരു രൂപത്തിലായി മാറാൻ അവിടുത്തെ പൊരുത്തം കൊണ്ട് ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ സ്വന്തം മക്കളെ പോലെ പൈസ വായ്പ വാങ്ങിക്കൊടുത്ത് ഗൾഫിൽ അയച്ച കുട്ടികൾ ഈ നാട്ടിലുണ്ട്. ഇവിടെ ഉണ്ട്. അറിയപ്പെടുന്ന ആളുകളായി ഇപ്പോൾ അവർ മാറിയിട്ട് സ്വന്തം മക്കളെ അയക്കും പോലെ പൈസ അയച്ച് വായ്പ വാങ്ങി കൊടുത്തിട്ട് എത്തില്ല തോന്നുന്നുണ്ടായാലും ഒരു 10,000 റുപ്യാന്ന് ഗൾഫ് വേണ്ട കയറി എന്നാലും 10,000 റുപ്യ ഉണ്ട്, അല്ല 5,000 റുപ്യ അതില്ലാതിട്ട് ശൈഖുന സാക്ഷി നിന്ന് വാങ്ങിക്കൊടുത്ത് ഗൾഫിലയച്ച് ഒരു ശമ്പളം വാങ്ങി പൈസ കൊണ്ടയച്ചിട്ടുണ്ടാക്കുക, വില കടം പോയിട്ട് ഒക്കെ നേരത്തെ കൊടുക്കാരാ. ചുരുക്കത്തിൽ ഞങ്ങളുടെ മുഴുവനും ഒരു അത്താണി. ആര്? ജൈനുദ്ദീൻ മുസ്ലിയാർ. നാട്ടിലെ ജനങ്ങളുടെ, ആണിന്റെയും പെണ്ണിന്റെയും എല്ലാ ജാതി മതസ്ഥരുടെയും പള്ളിയുടെയും മദ്രസയുടെയും നിക്കാഹ്, കല്യാണം, സൽക്കാരം, മരണം, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ എല്ലാം ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞ മാതിരി സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കും, സാധുക്കളെ സഹായിക്കും. അന്ന് ഇവിടെ ഓതാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ വളരെ കഷ്ടപ്പെടുന്ന മുത്തഅല്ലിമീങ്ങൾ ഓതാൻ അന്നത് പഠിക്കാൻ പോകും. എല്ലാവരെയും കണ്ടറിഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കും, എപ്പോഴായി പോകണേ? ഞാൻ നാളെ രാവിലെ. ഇങ്ങോട്ടാ? കോളേജിലേക്ക്, അല്ലെ ദർശനേക്ക്. അപ്പം എന്തോ തന്നീനോ? ഇല്ല. നന്ന അത് കൈ പിടിച്ചോ? എല്ലാവർക്കും കൊടുക്കും, എല്ലാം തരും. എങ്ങനെ കൊടുക്കുക? അതാരെയൊക്കെ കണ്ട് എന്തൊക്കെയോ വരുമാനങ്ങൾ ഉണ്ടാക്കി വെക്കും. മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാൻ, മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാൻ. ഈ നാട്ടിലെ മുത്തഅല്ലിമീങ്ങളെ അങ്ങനെ പഠിച്ചു വളർത്തിച്ച് നിസ്കരിപ്പിച്ച് ഇമാമത്ത് നിർത്തിച്ച് ഖുത്ബ ഓദിച്ച് വഅദ് പറയിപ്പിച്ച് മൂപ്പര് മുന്നിലിരിക്കുന്നുണ്ട്. അതറിയാൻ വഴിയിലാതിരിക്കും. പറയും എന്നെ വിജയം അതറിയാം. എന്നിട്ട് ഒരു നല്ലൊരു മോഡറേറ്റർ ആവുകയും ഒക്കെ കഴിഞ്ഞിട്ട് കൂട്ടി കൊണ്ട് ഇങ്ങോട്ട് മാറി ആളെന്നെ പോരായുണ്ട്, ഇന്നത് കൂട്ടി കൊടുക്കണം, എന്നെ കൂടി ചേർക്കണം, ഇന്ന കഥയിൽ പറയണം, ഇന്ന ആയത്ത് ഓതണം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സ്വഭാവത്തിലുള്ള കാണാനോ നല്ല ഒരു ചെറുപ്പക്കാരൻ, അക്കാലത്ത് നല്ല സൗന്ദര്യമുള്ള, നല്ല ശൈലിയുള്ള, നല്ല വേഷവിധാനം, നല്ല നമ്മളൊക്കെ പെടുന്ന ഈ കുപ്പായ വലിയ ഒന്നുമില്ല, അത് വളരെ മുട്ട് വരെ ഉണ്ടാവും. നല്ലൊരു തലക്കെട്ടുണ്ടാവും, പെരുമാറ്റം ഉണ്ടാവും, ആരോടും സംസാരിക്കും, ഏത് സ്ഥലത്തും ആര് ക്ഷണിച്ചാലും പോകും. അങ്ങനെ നേതൃത്വം കൊടുത്തൊരു നാടിനെ, മടവൂരിനെയും ഇവിടെയും. അവസാനം ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോയിട്ട് വടകരക്കടുത്ത കണ്ണൂക്കരായത് വരാൻ വലിയൊരു മഹൽ. ഞാനതിൻ്റെ തൊട്ടടുത്താണ്, തൊട്ടടുത്ത് മാഹിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ കണ്ണൂരൊക്കെ ഒരു പോസ്റ്റ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടു, ജൈനുദ്ദീൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം എൻ്റെ ഒരു മാമനുണ്ടാണ് പള്ളി, അത് പറ്റുമെന്ന് ഞങ്ങൾ വളർന്ന് ഓരോട് പറഞ്ഞയച്ച്, ഞങ്ങൾ വന്നില്ല, ഓരോ പറഞ്ഞയച്ച് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു കാലം അവിടെയും ജോലി ചെയ്തു. അവിടെയും ജനങ്ങൾക്ക് സംതൃപ്തനായ മുസല്ലമായ ഒരു കാര്യം. കണ്ണൂക്കരാന്ന് കടലെടുത്താണ്.
ആ നാട് മൊത്തം സാദിന് പിന്നെ 2 കൊല്ലം കൊണ്ട് മൊത്തം ആളുകളെ കയ്യിലെടുത്തു. അവിടെ പള്ളിക്കും മദ്രസക്കും നാടിനും സേവനത്തിനും. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് ഇവിടെ വന്നപ്പോ അസുഖം പിടിപെട്ടു, ആശുപത്രിയിൽ അഡ്മിറ്റായി. ആശുപത്രിയിൽ നിന്ന് ഈ ദുൽഖഅദ് മാസം 21-ന് ഇന്നത്തെ ഡേറ്റിന് വഫാത്താവുകയും ഇവിടെ വൈകുന്നേരത്തോടുകൂടി കൊണ്ടുവന്നു, ഉച്ചയോടുകൂടി ഇവിടെ എത്തി വൈകുന്നേരത്തോടുകൂടി മറവ് ചെയ്യുകയും അന്ന് സി എം വലിയുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്.